അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعل من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقوني يا أولي الألباب. ബഹുമാന്യരായ ഹാജിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അതിൻ്റെ എല്ലാ ചൈതന്യത്തോടും നിർവഹിക്കാനുള്ള സൗഭാഗ്യം, തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിക്ക് ബഷീർ സാഹിബാണ് ആദ്യം സംസാരിക്കാൻ തീരുമാനിച്ചിരുന്നത്. സമാപനായിരുന്നു ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ബഷീർ സാഹിബ് പറഞ്ഞു, ഹജ്ജിൻ്റെ ഒരു ചടങ്ങുകൾ, അതിൻ്റെ മനാസിക്കുകൾ, അനുഷ്ഠാനങ്ങളുടെ ഒരു ചെറിയ രൂപമാണ്, അതിൻ്റെ ഒരു ഉംറ ഉൾപ്പെടുന്ന ഒരു കൊച്ചു രൂപമാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വരിക. അതിനു മുമ്പ് അതിൻ്റെ ഒരു ചടങ്ങ്, അതിൻ്റെ ഒരു അനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ആത്മാവ് കിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ സംസാരം നേരത്തെയാക്കിയത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ. ഹജ്ജുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പരാമർശത ഖുർആനിൽ. ഹജ്ജുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പരാമർശം അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ. അത്തിമു, ആ തമാം, അറബി ഗൾഫ് രാജ്യങ്ങൾ തമാം എന്ന് പറയും. തമാം ശരിക്കും കംപ്ലീറ്റ് എന്ന് പറയുന്നൊരു, പക്ഷെ തമാം എന്നതിന് അറബിയിൽ പെർഫെക്റ്റ് എന്നർത്ഥം. വത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ. നിങ്ങൾ ഹജ്ജും ഉംറയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട്, മനോഹരമായിട്ട്, അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടെയും സൗരഭ്യത്തോടു കൂടി ചെയ്യണം. തമ്മാം ലില്ല, അത് അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ശരിക്കും അതിനെ നെയ്യത്താണ് ഏറ്റവും വലുത്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം വളരെ പെർഫെക്റ്റ് ആയിട്ട് അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് നിർവഹിക്കുവിൻ. അത് പറഞ്ഞ ഉടൻ തന്നെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ നമ്മൾ ഈ ഹജ്ജ് പ്രതിസന്ധി കാലഘട്ടത്തിലാണ്. ഒരു ലോകത്ത് ഒരു മൂന്നാം ലോക യുദ്ധം, ശരിക്കും ലോകത്ത് നമ്മൾ ശരിക്കും മഹായുദ്ധം എന്നൊക്കെ അവർ പറയാം. ശരിക്കും 1-2 പൈശാചിക യുദ്ധങ്ങളാണ്. ഇവർക്ക് മഹായുദ്ധങ്ങളാണ് ഈ സാമ്രാജ്യത്വത്തിനും സിയോണിസത്തിനൊക്കെ. അതുകൊണ്ട് ശരിക്കും ഒരു മൂന്നാം ലോക പൈശാചിക യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം ശരിക്ക് ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിൽ യുദ്ധം എന്നാലും വിചാരിക്കണ്ട. ശരിക്കും യുദ്ധം ഇസ്ലാമിനെതിരെ യുദ്ധം. ശരിക്ക് അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ഇസ്ലാം വിരുദ്ധ ഒരു പൈശാചിക യുദ്ധം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ലോകം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വർഷം ഹജ്ജ് നിർവഹിക്കുന്നത് പോലും, ഞാൻ പറയുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട ഖുർആനിൽ ആദ്യ പരാമർശം പോലും വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ ഫഇൻ ഉഹിസ്ർതും ഫമസ്തൈസറ മിനൽ ഹദി വലാ തഹ്ലിഖു റൂസകും ഹത്താ യബ്ലുഗൽ ഹദിയു മഹല്ലഹു. ശരിക്ക് നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ഉടൻ പറയുന്നത് ഒരു മുഅ്തരിദായ ജുംല. എന്നാൽ പെട്ടെന്ന് കയറി പറയുന്നത് നിങ്ങൾക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ കഴിയാത്ത വിധത്തും നിങ്ങൾ ഉപരോധിക്കപ്പെട്ടാൽ, നിങ്ങളുടെ പ്രതിസന്ധി വന്ന് നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ കഴിയാതെ വന്നാൽ, നിങ്ങളുടെ അന്നത്തെ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ ഹജ്ജ് യാത്ര എന്ന് വിശുദ്ധ ഹജ്ജിനെ പറ്റിയുള്ള പഠനങ്ങൾ 2-3 രീതിയിൽ. ഒന്ന് ഖുർആനിലൂടെ ഒരു പഠനമുണ്ട്. ഖുർആനിൽ ഹജ്ജിനെ കുറിച്ച് വന്നിട്ടുള്ള, ഉംറയെ കുറിച്ച് വന്നിട്ടുള്ള ഒരു പഠന രീതിയുണ്ട്. ഖുർആനിൽ വന്ന രീതിയുണ്ട്, ഹദീസിൽ വന്ന രീതിയുണ്ട്, ഫിഖ്ഹിൽ വന്ന രീതിയുണ്ട്. ഇങ്ങനെ 3 രീതിയിൽ നിങ്ങൾക്ക് ഹജ്ജിനെ പഠിക്കാം. നമ്മുടെ ആളുകൾ പലപ്പോഴും ഹജ്ജ് ഫിഖ്ഹിലൂടെ പഠിക്കുന്ന കുറെ ക്ലാസ്സുകൾ, നമ്മുടെയൊക്കെ പരമ്പരാഗത ഉസ്താദന്മാരൊക്കെ ഫിഖ്ഹിലൂടെ പറഞ്ഞു പോവുക. അപ്പൊ അതിന്റെ അനുഷ്ഠാനങ്ങളിലൂടെ പറഞ്ഞു പോകുന്ന രീതിയാണ് ഉള്ളത്. പക്ഷെ ഖുർആനിലൂടെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുന്ന രീതി, യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്
ഹജ്ജ് യാത്ര തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രമേയ ഖുർആൻ. ഹജ്ജ് യാത്ര. അപ്പൊ ഹജ്ജ് യാത്രയുടെ തന്നെ പ്രതിസന്ധികളെ കുറിച്ച് ഖുർആൻ പറയും. നിങ്ങൾ ഹജ്ജിന് നിങ്ങൾ പുറപ്പെടും എന്ന് പറയാ, പുറപ്പെടുന്ന രീതിയിൽ തന്നെ യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശഅഇറല്ലാഹ് വലശ്ശഹറൽ ഹറാം വലൽ ഹദിയ വലൽ ഖലായിദ വല അമ്മിനൽ ബൈത്തുൽ ഹറാം. നമ്മൾ സൂറത്തുൽ മാഇദയിൽ കാണാൻ കഴിയും. ഹജ്ജിന് പോകുന്ന ആളുകൾ, ഹജ്ജിന് വെറുതെ ഇന്ന് നമ്മൾ പോകണ മാതിരി ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ്, ബോർഡിംഗ് ക്ലാസ്, ടിക്കറ്റ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഹോട്ടലിലെ റൂം എന്നൊക്കെ പറയുന്ന ആ സൗകര്യങ്ങളിലൂടെ ഒരു പോക്കല്ല. മറിച്ച് അന്നത്തെ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോലും ഹജ്ജ് കടലിലൂടെ പോകുന്ന ആളുകളുണ്ട്. കടലിലൂടെ കരയിലൂടെ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ചു മുമ്പ് ഒരാള് നടന്നുപോയി ഹജ്ജിന്. നടന്നു പോക്ക് ആവശ്യമുള്ളൊന്നുമില്ല. പക്ഷേ നടന്നു പോയപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന യാത്ര അദ്ദേഹം ചെയ്തത്. ഈ ഒരു വർഷം നടന്ന് ഈ കേരളത്തിൽ നിന്ന് പോയി അങ്ങനെ പോയിട്ട് എന്താ പറയാ, സംസ്ഥാനം പോയി ഇങ്ങനെ പോയിട്ട് കർണാടക പോയി, ഇങ്ങനെ ആന്ധ്ര, ഇങ്ങനെ പോയിട്ട് രാജസ്ഥാൻ വഴി പാകിസ്ഥാനിൽ കയറി, അഫ്ഗാനിസ്ഥാനിൽ കയറി, അവിടുന്ന് ഇറാനിൽ കയറി, ഇറാനിൽ നിന്ന് ഇറാഖ് വഴി കുവൈറ്റിന്റെ സൗദിയുടെ ബോർഡർ പോയി സത്യം പറയാം എത്രയോ രാജ്യങ്ങൾ താണ്ടിക്കിടന്നാ പോണത്. എത്രയോ രാജ്യങ്ങൾ. ഇറാനിൽ മിസ്വലിന്റെ പ്രത്യേകത അർദുൽ ഹുജ്ജാജ്. ഹാജിമാര് ഇവിടുന്ന് പോയാല് 6 മാസം കഴിയുമാണ് ഇറാനിലെത്തുള്ളൂ. അപ്പൊ കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയ ആൾക്കാർ തിരിച്ച് 6 മാസം കഴിഞ്ഞ് അവിടെ എത്തും. എന്ന് പറഞ്ഞാൽ 6 മാസത്തോളം നടന്നു നീങ്ങുന്ന, പലപ്പോഴും കടലിലൂടെ പായ്ക്കപ്പൽ, അന്ന് കപ്പൽ എന്ന് കേൾക്കുമ്പോൾ അവിടെ മനസ്സിലാവും പായ്ക്കപ്പൽ. അങ്ങനെ കാറ്റിന്റെ ഗതിവിഗതിക്ക് അനുസരിച്ച് പായ് മാറ്റിക്കെട്ടി ജീവിതം തന്നെ ഓളം തന്നെ. കപ്പല് ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ. ഖുർആനിൽ തന്നെ ബിസ്മില്ലാഹി മജ്റാഹ ആ പറയുമ്പോ തന്നെ ആയത്ത് പറയും മജ്റ എന്ന് പറയുന്നത് തന്നെ ആ ഓളം തെറ്റി കപ്പൽ സഞ്ചരിക്കുന്ന ആയത്ത് സഞ്ചരിക്കുക. ബിസ്മില്ലാഹി മജ്റാഹ, ബിസ്മില്ലാഹി അല്ലാഹുൽ മജ്റ എന്ന് പറയുന്നത്. മജ്റാഹ എന്ന് പറഞ്ഞാൽ ആ കപ്പൽ ശരിയുടെ മാതിരി ആയത്തിന് ശരിയാ. ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ എന്ന് പറയുന്ന വിധത്തിൽ കടലിലൂടെ ഓളം വെട്ടി താളം, കടലിന്റെ ആ അലമാലകൾ, തിരമാലകൾക്കുള്ളിലെ കീറി മുറിച്ച് പോകുന്ന ഒരു സങ്കീർണമായ ആ ജീവിതം. കടലിലൂടെ പോയി എന്നിട്ട് കടലിൽ പുറത്തേക്ക് ചാടി നീന്തി, പഴയ നമുക്കറിയാലോ ലോഞ്ചൊക്കെ ചാടിയ ആളുകൾ അങ്ങനെ ചാടി, അങ്ങനെ മരുഭൂമി കൂടെ സഞ്ചരിച്ച് അവസാനം ചിലപ്പോഴൊക്കെ ഭക്ഷണം പോലും കിട്ടാൻ കഴിയാതെ മരുഭൂമിയിലെ മണല് വാരി തിന്ന് മരിച്ചുപോയ ഹാജിമാരുണ്ട്. നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കരുതേണ്ടത് ഹജ്ജിന്റെ വഴികൾ എന്ന് പറയുന്നത്, യാത്രകൾ എന്ന് പറയുന്നത് ഖുർആൻ വലിയ പ്രമേയ. ഹജ്ജ് യാത്ര, അതിന്റെ സങ്കീർണതകൾ, ഇന്നോ സങ്കീർണത വേറേതോ രൂപത്തിൽ ഇന്നുണ്ടെന്നുള്ള, ഇത്തരം എല്ലാ സൗകര്യങ്ങളും വന്നെങ്കിലും, എല്ലാം സമ്പന്നമാണെങ്കിലും ഈ ഹജ്ജ് യാത്രയുടെ സങ്കീർണതകൾ ഏതോ അളവിൽ എപ്പോഴും ഉണ്ടാവും. എത്ര VIP ടൂർ ആണെങ്കിലും, എത്ര സൗകര്യമുണ്ടെങ്കിലും ഹജ്ജിൻ്റെതായ പ്രയാസങ്ങൾ, അത് ഹജ്ജ് യാത്ര എന്നത് ഹജ്ജിന്റെ വളരെ ഇത് ഫിഖിന്റെ പുസ്തകത്തിലല്ല, ഇത് എത്ര ഖുർആന്റെ ഒരു ശൈലിയാണ്. ഹജ്ജ് യാത്രകൾക്ക് ഉപരോധം. നിങ്ങൾ അന്നത്തെ ഹജ്ജിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് വലൽ ഖലായിദ ലാ തുഹില്ലു ശഅഇറല്ലാഹ് വലശ്ശഹറൽ ഹറാം വലൽ ഹദിയ വലൽ ഖലായിദ എന്ന് പറഞ്ഞാൽ അറുക്കുന്ന മൃഗങ്ങളെ അടക്കം. ശരിക്ക് ഇപ്പൊ നമ്മളൊക്കെ അതുപോലെ വൗച്ചർ അടച്ച് റെസിപ്റ്റ് അടച്ച് ഞങ്ങൾക്ക് അറക്കാൻ ഹദിയിന്റെ മൃഗങ്ങളെ അറക്കാൻ പൈസ കൊടുക്കുള്ളൂ. പക്ഷെ പണ്ടൊക്കെ അറുക്കാനുള്ള മൃഗങ്ങളെ മൂരികളെയോ ആടുമാടുകളെയോ തെളിച്ചുകൊണ്ട് അറുക്കാനുള്ള മൃഗങ്ങളെ കഴുത്തിൽ പട്ട വരെ ഇടും. ആ പട്ടയിട്ട മൃഗങ്ങൾ, അങ്ങനെയുള്ള മൃഗങ്ങൾ, ആ മൃഗങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നത് പോലും, അത്ര മൃഗങ്ങളോട് കാണിക്കേണ്ട ആദരവ് പോലും ഖുർആൻ ചർച്ച ചെയ്യുക. അങ്ങനെ കൊണ്ടുപോകുന്ന മൃഗങ്ങളുമായി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് വഴിയിൽ തടസ്സം വന്ന് നിങ്ങൾ ഉപരോധിച്ച് യാത്ര ചെയ്യാൻ കഴിയാതെ വന്നാൽ അപ്പോൾ നിങ്ങൾ മൃഗത്തെ അറക്കേണ്ടത് എപ്പോൾ എന്ന് വരെയുള്ള ചർച്ചകളെ ഖുർആനിൽ പറയുന്നത്. എന്റെ ആ ഒരു സങ്കീർണത മനസ്സിലാക്കുക നിങ്ങൾ. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനില് ഹജ്ജുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ പോലും കാണാൻ കഴിയും. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തുക റിജാല വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ജനങ്ങൾ ഇബ്രാഹിം വഅദ്ദിൻ, നീ വിളിക്കുക, ബിന്നാസ് ജനങ്ങൾ ഇടയിൽ വിളിക്കുക, യഅ്തുക അവർ നിന്റെ അടുക്കലേക്ക് വരട്ടെ. അല്ലാഹു ഇബ്രാഹിം നബി വിളിക്കുക, നീ വിളിക്ക്. അള്ളാഹു ഇബ്രാഹിം നബി കൂടി നടത്തുന്ന വിളിയാണ് ഹജ്ജിന്റെ വിളി. ഈ വിളി പടച്ച റബ്ബ്, നീ വാ, നീ ഹജ്ജിന് വാ എന്ന് അള്ളാഹ് വിളിച്ചിട്ട് പോണം. അതുകൊണ്ട് അള്ളാഹിന്റെ ഗസ്റ്റുകളാ നമ്മള്, അള്ളാഹുവിന്റെ അതിഥികളാ. അള്ളാഹുവിന്റെ അടുക്കലേക്കാ യാത്ര. എങ്ങോട്ടാ പോണത്? ഉംറ എന്ന് പറഞ്ഞർത്ഥം വിസിറ്റ് എന്നർത്ഥം. ഉംറ അള്ളാഹുവിനെ സന്ദർശിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ സന്ദർശിക്കുന്ന, അള്ളാഹുവിന്റെ വീട് സന്ദർശിക്കുന്ന പടച്ച റബ്ബിന്റെ ലോകം, അള്ളാഹു സൃഷ്ടിച്ച ഒരു അത്ഭുതകരമായ ഒരു ലോകത്തേക്ക്, ശരിക്കും പരലോകയാത്രയാണ്. ഇതൊരു ഇഹലോകയാത്രയല്ലത്, ഇത് ശരിക്കും പരലോകയാത്രയാണ്.
ഒരു പക്ഷെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് സൗദി അറേബ്യക്കല്ലേ പോണത്, സൗദി അറേബ്യയിലേക്ക് ജിദ്ദക്കല്ലേ പോണത്. ഇത് മക്കത്തെ മതി, ഇത് വേറെ പേരാത്. ഒരുപക്ഷെ ദുബായിലേക്ക് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ദുബായ്, അബുദാബി, ഖത്തർ, കുവൈറ്റ്, ലോകം മുഴുവൻ സഞ്ചരിച്ചവര്, സഞ്ചാരങ്ങളുടെ ഒരുപാട് അനുഭവമുള്ളവർ. അതുകൊണ്ട് എനിക്കിത് വിഷയമല്ല എന്നില്ല. ഇത് വേറെ യാത്രയായിരിക്കണം. ഈ യാത്രക്ക് ഒരുക്കം ഒരു 4-5 മാസം ഹജ്ജ് വിചാരങ്ങൾ. ഹജ്ജ് എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം ഒരുപക്ഷെ ദുൽഹജ്ജ് 8, ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 10, 11, 12, 13 അത്രേ ഉള്ളൂ. 5 ദിവസം ഒക്കെ ഉള്ളൂ. പക്ഷെ ഇത് അങ്ങനെ 5 ദിവസം പോരാ. ഹജ്ജിന്റെ ഓർമ്മകൾ, ഹജ്ജിന്റെ ചിന്തകൾ, ഹജ്ജിന്റെ വിചാരങ്ങളുമായിട്ട് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഹജ്ജ് ചിന്തകൾ, ഹജ്ജ് ഓർമ്മകൾ, ഹജ്ജ് അനുഭവങ്ങൾ, ഹജ്ജിൻ്റെതായ തയ്യാറെടുപ്പുകൾ, ഹജ്ജിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സുകളിൽ നിങ്ങൾ വരികയും അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവുകയും അതിങ്ങനെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങളോളം നിങ്ങൾ ഈ ഹജ്ജ് ഓർമ്മകളുമായി ഹജ്ജ് തുടങ്ങി നമ്മൾ ഈ വരവ്. നിങ്ങൾ എറണാകുളത്തുനിന്ന് വന്നവരവര് ആ വരവടക്കം ഹജ്ജിന്റെ ഭാഗം. നിങ്ങൾ ഒരിക്കലും എറണാകുളത്ത് ഇവിടെ വരെ കണ്ണൂര് പോകണമല്ലോ, അങ്ങനെ അത് ഹജ്ജ് തുടങ്ങി. ശരിക്കും ഹജ്ജിന്റെ നിങ്ങൾ വാക്സിനേഷൻ കൊടുക്കേണ്ടി വരുന്നു, അതിൻ്റെതായ പല വിധത്തിലുള്ള മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കേണ്ടി വരുന്നു. അതൊക്കെ വലിയ പണിയാണ്. അല്ല, അതൊക്കെ ഹജ്ജാ. നിങ്ങൾ ഹജ്ജിന് നടത്തിയ നിങ്ങളുടെ ബ്ലഡ് പരിശോധിച്ചതും നിങ്ങളുടെ വാക്സിനേഷൻ ചെയ്തതും അതുമായി ബന്ധപ്പെട്ട യാത്രകളും സഞ്ചാരങ്ങളും റമദാനിൽ നല്ല ചൂടുള്ള സമയത്താണ് ഞാനൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ അനസ് വിളിച്ചിട്ട് അന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ആ സഞ്ചാരങ്ങളടക്കം ഹജ്ജിന്റെ ഭാഗം. ഒരു പക്ഷെ നിങ്ങൾ ഈ ആളുകളോട് യാത്ര ചോദിക്കുന്നുണ്ട്, അതടക്കം എന്ത് രസാന്നറിയോ? ശരിക്കും എന്ത് ഉയർന്ന ഞാൻ ഹജ്ജിന് പോവാണ്. എല്ലാവരും പറഞ്ഞു നല്ലതാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ശരിക്കും നമ്മളോട് തന്നെയാ പറഞ്ഞത്, ഞാൻ ഹജ്ജിന് പോവാണ്. എന്തെങ്കിലും പ്രയാസം പൊരുത്തപ്പെടണം. ആ വാക്ക് എന്ത് മനോഹര. ലോകത്ത് ഇങ്ങനെയൊക്കെ ആർക്കാ ഉള്ളത്? എന്റെ വാക്കുകൊണ്ട്, എന്റെ സംസാരം കൊണ്ട്, എന്റെ ഇടപെടൽ കൊണ്ട്, എന്റെ ഏതെങ്കിലും സാമ്പത്തിക ക്രയവിക്രയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, അങ്ങോട്ട് തരണം എന്ന് പറഞ്ഞ ജീവിതത്തെ കുറിച്ച് ആത്മവിചാരണ ചെയ്ത് ഒരു മരണത്തിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുഖമില്ലാണ്ട് മരണത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ ആ പള്ളിയിൽ മിമ്പറിൽ ഇങ്ങനെ വന്നിട്ട് മഹാനായ അലി ബിൻ അബി ത്വാലിബിന്റെ ഒക്കെ തോളിൽ കൈവച്ചിട്ട് കാലിൽ നിലത്ത് വലിച്ചിഴച്ച് വന്ന് മദീനത്തെ പള്ളിയിൽ നമസ്കരിച്ചിട്ട് ആ തലമുടി കുളിച്ചിട്ട് ആ മുടിയിൽ നിന്ന് വെള്ളമടക്കം വന്ന് മഗ്രിബ് നമസ്കരിച്ചിട്ട് മിമ്പറെ കയറി ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരു പ്രവാചകന് അന്ത്യോപദേശമുണ്ട്. വസയ റസൂലില്ല, റസൂലുള്ളാഹിന്റെ ജീവിത അവസാനങ്ങൾ. അത് ഹദീസിൽ സഹിയായിട്ട് ഒരുപാട് വന്നിട്ട്, ജന്മദിനായിട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല. നബി ജനിച്ചത് പെട്ടെന്ന് റിപ്പോർട്ട് ഹദീസി കാണാം. ബുഖാരി മുസ്ലിമൊക്കെ വായിച്ച നിങ്ങൾക്ക് നബിയുടെ ജനനഘട്ടത്തെ കുറിച്ച് അത് പറഞ്ഞൊക്കെ വാറോലകളാണ്. പക്ഷെ നബിയുടെ മരണം വളരെ പ്രധാനപ്പെട്ട, അത് വളരെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 7, 8 ബുധൻ മുതൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെ 9:30, 10 മണി വരെയുള്ള 5 ദിവസത്തെ വിശദമായ റിപ്പോർട്ടുകൾ എന്ന് പറയുന്ന മരണമാണ് ഏറ്റവും പറഞ്ഞത്. ഇതൊരു മരണയാത്രയാ. ശരിക്കും മരിച്ചു പോകുമ്പോൾ പോകേണ്ടത് എങ്ങനെ എന്നതിന്റെ ഒരു ചെറിയ പരിശീലനമാണ്. അതുകൊണ്ട് നമ്മൾ യാത്ര ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ രീതിയിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരു യാത്രയാണ്, വിശുദ്ധമായ യാത്രയാണ്, ഒരു സ്വർഗയാത്രയാണ്. പടച്ച റബ്ബിനെ കണ്ടുമുട്ടാം. ലിയശ്ഹദു മനാഫിഅ ലഹും, ലിയശ്ഹദു ശരിക്കും ഹജ്ജിന് പോകുന്ന ലിയശ്ഹദു അവർ കാണാം, മനാഫിഅ ലഹും അവർക്ക് ഒരുപാട് ഉപകാരം, നമ്മുടെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന, നമ്മെ സ്വർഗത്തിൽ എത്തിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരുപാട് കാഴ്ചകള്, അനുഭൂതി വാക്ക് ശ്രദ്ധിക്കണം. ഒരുപാട് ഹജ്ജ് നിങ്ങൾ സ്വർഗത്തിൽ എത്തിക്കുന്ന, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ചിന്തകള്, ഓർമ്മകള്, അനുഷ്ഠാനങ്ങൾ, അനുഭൂതികൾ, നിങ്ങൾക്ക് സ്വർഗദായകമായ അനുഭൂതികൾ ലഭ്യമാകുന്ന വിധത്തിലുള്ള ഫീഹി ആയാത്തും ബയ്യിനാത്ത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന. നിങ്ങൾ അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ ആദ്യത്തെ ഭവനം, അവിടെ നിങ്ങൾ വരണം. അവിടെ അനുഗ്രഹീതമായ വീട്, ആ വീട് അനുഗ്രഹീത, കഅബ അനുഗ്രഹീത. അതിങ്ങനെ ആസ്വദിച്ച് ചെയ്യണം. കഅബ അനുഗ്രഹീത. ഉംറ ചെയ്ത് 2-3 ഉംറ ചെയ്തു എന്നൊക്കെ അങ്ങനെ ഹജ്ജായി തന്നെയാണ്. വഹുദൻ, അവിടെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സന്മാർഗം കിട്ടും. കഅബയിൽ വരുമ്പോ, ഉംറ ചെയ്യുമ്പോ, ഹജ്ജ് ചെയ്യുമ്പോ നിങ്ങൾക്ക് സന്മാർഗത്തിന്റെ ഹിദായത്തുകൾ ലഭിക്കും. ഒരു അനുഗ്രഹീതമായ ഒരു ഭവനത്തിനകത്തേക്ക് പ്രവേശിക്കും. നിങ്ങൾ അവിടെ ചെന്ന് അല്ലാഹുവിന്റെ ഒരുപാട് ദൈവിക ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിനെ അനുഭവിക്കാൻ ഷആഇറുല്ലാഹ് എന്നാ പറയാ.
വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ശരിക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന പ്രദേശങ്ങൾക്ക് ഷായിർ എന്താ ഷായറിന്റെ അർത്ഥം? ഈ കഅബ, ആ കഅബക്കകത്ത് ഹജറുൽ അസ്വദ്, റുക്നുൽ യമാനി, മഖാം ഇബ്രാഹിം. ഒരു പക്ഷെ കഅബ തന്നെ ഒരു പഠന, ഒരു കേസ് സ്റ്റഡി കഅബ. അതിൽ മീസാബ്, റുക്നുൽ യമാനി, റുക്നു ഷാമി, റുക്നു ഇറാഖി. അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ആ കഅബ തന്നെ വലിയ പാടാ. യമനിന്റെ ലോകത്തേക്ക്, ഷാമിന്റെ ലോകത്തേക്ക്, ഇറാഖിന്റെ ലോകത്തേക്ക്, ഹജറുൽ അസ്വദിന്റെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചേർത്ത് നിർത്തുന്ന വിശ്വലോകം, ഇസ്ലാമിന്റെ സമഗ്രമായ ലോകഭാവന, ഒരു യൂണിവേഴ്സൽ കൺസെപ്റ്റ് അടക്കം ആ കഅബയിലുണ്ട്. അങ്ങനെ കഅബയിൽ കാഴ്ചകൾ, മഖാം ഇബ്രാഹിം, സാക്ഷാൽ അള്ളാഹുവിന്റെ ഇബ്രാഹിമിന്റെ ചരിത്രത്തിലേക്ക്, ഇതൊരു ചരിത്രത്തിലേക്കുള്ള യാത്ര കൂടിയാണ്. ഇത് ശരിക്ക് കഅബ, മക്ക എന്ന് പറയുന്ന പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ പാതാര ബിന്ദുക്കൾ, അവരുടെ ചരിത്രത്തിൽ അവിടെ ചവിട്ടുമ്പോ പോലും മത്താഫിലൊക്കെ ചവിട്ടുമ്പോ പോലും ശരിക്ക് ഇങ്ങനെ ചവിട്ടി പോകുമ്പോൾ അള്ളാഹുവേ ഞാൻ എവിടെ ചവിട്ടണത്? സാക്ഷാൽ ഇബ്രാഹിം നബി ചവിട്ടിയ മണ്ണല്ലത്? ഇത് ഇസ്മായിൽ നബി ജനിച്ച വീടല്ലത്? ഇബ്രാഹിം നബി നടന്ന വഴിയിൽ ഞാൻ നടക്കുന്നു. ആ ഇബ്രാഹിം നബി തൊട്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ എല്ലാവരും നടന്ന, അവരിരുന്ന, അവർ സഞ്ചരിച്ച വഴികളിലൂടെ അവരിൽ ഒരുവനായി അവർക്കൊപ്പം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ആ സലാത്ത് പോലും ഇബ്രാഹിമി സ്വലാത്ത്, ഇബ്രാഹിം തൊട്ട് മുഹമ്മദ് മുസ്തഫ വരെയുള്ള പ്രവാചകന്മാർ, അവരുടെ ചരിത്രം, അതെല്ലാം കിടക്കുന്ന മണ്ണിലൂടെ, ആ വിണ്ണിലൂടെ, ആ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ഇബ്രാഹിം ആകുന്ന, ഇസ്മായിൽ ആകുന്ന അവരുടെ ചരിത്ര ആധാര ബിന്ദുക്കൾ പിന്തുടരുന്ന ആ മഖാമു വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, ആ ഇബ്രാഹിം മഖാമ് വരെ കാണുന്ന ആ കാൽപാദങ്ങൾ ഇബ്രാഹിം നബി ചവിട്ടി നിന്ന കാല് വരെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊരു അനുഭവമാണ്, ഇതൊരു അനുഭൂതിയാണ്. ഇത് ആസ്വദിച്ച് ഈമാനിക ആസ്വാദനം. ഒരുപക്ഷെ ഹജ്ജിന്റെ കർമ്മങ്ങളെ വിശുദ്ധ ഖുർആനിലൂടെ പഠിക്കുമ്പോൾ അതിന്റെ ദുൽഹജ്ജ് 8 മിനായിൽ പോകണം, ദുൽഹജ്ജ് 9 അറഫയിൽ വരണം, അല്ല ദുൽഹജ്ജ് 9 പിന്നെ അവിടുന്ന് മുസ്ദലിഫ. ഇതൊന്നും ഖുർആനിൽ ഇങ്ങനെയൊന്നും പറയാറില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ഖുർആനിൽ ഒരിക്കലും അത് ഫിഖ്ഹി ഭാഷയല്ല. ഖുർആൻ ഇതിന്റെ പ്രത്യേക ചരിത്രത്തിലൂടെ ഇത് പറയുമ്പോൾ ഇബ്രാഹിമിന്റെ ചരിത്രത്തിലേക്ക് കൊണ്ടു, അതുകൊണ്ട് ഇത് ചരിത്രത്തിലേക്ക് സഞ്ചാരം. പ്രിയമുള്ളവരെ, നമുക്ക് ഹജ്ജ് ആളുകളുടെ യാത്ര ചോദിക്കുന്ന പോലും ഒരു അനുഭൂതി. ഞാൻ ഹജ്ജിന് പോകുന്നു, അത് ശരിക്കും അവരോട് പറയലില്ല, നമ്മളെ തന്നെ ബോധ്യപ്പെടുന്നു. ഞാൻ ഒരുപക്ഷെ നിങ്ങളോട് ഞാൻ ഹജ്ജിന് പോകുന്നു എന്ന് മറ്റു പറയുമ്പോൾ പോലും അത് എന്റെ നെഞ്ചിനോട്, എന്റെ ഹൃദയത്തോട് ഞാൻ എന്നോട് ചെയ്യുക, ഞാൻ ഹജ്ജിന് പോവാണ്, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോവാണ്, പടച്ചവന്റെ പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് പോവുകയാണ്. ശരിക്കും ഹജ്ജൊക്കെ പോകുമ്പോൾ ഓരോ വഴിയിൽ വെച്ച് ശരിക്ക് അള്ളാഹുവിന്റെ റസൂല് ദുൽഹുലൈഫിൽ, മദീനയിലെ ദുൽഹുലൈഫിൽ നിന്ന് ഇഹ്റാം കെട്ടിയുടെ ഹജ്ജിന് വരുന്നത്. അപ്പൊ അദ്ദേഹം പോണ വഴിക്ക് ഇങ്ങനെ പോകുമ്പോഴൊക്കെ കന്നി അന്ദുറു ഇല യൂനുസ് ബിൻ മത്ത യുലബ്ബിഹാദ, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ വഴിക്ക് പിന്നെ തൽബിയത്ത് ചൊല്ലി പോകുന്നു. കന്നി അന്ദുറു ഇല മൂസ യുലബ്ബിഹാദ, മൂസ നബി ഈ വഴിക്ക് ഹജ്ജ് ചെയ്ത് മൂസ നബിയെ കാണുന്നു, യൂനുസ് നബിയെ കാണുന്നു. പ്രവാചകന്മാരൊക്കെ ഹജ്ജ് ചെയ്ത വഴിയിലൂടെ ഇങ്ങനെ പോകുന്ന, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ വഴിയിലൂടെ പോകുന്ന, സഹാബത്തിന്റെ വഴിയിലൂടെ പോകുന്ന, അങ്ങനെ ഒരു പ്രത്യേക അനുഭൂതിയിലൂടെ മഹാനായ ഇമാം അബുൽ ഹസൻ അലി നദീവിയുടെ മിൻ ഗാരി ഹിറാ ഗുഹയിൽ നിന്നൊരു പുസ്തകമുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയും, ഞാൻ മദീനത്തൊക്കെ ഇരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ മദീനത്തെ പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഏറ്റവും മുമ്പിലെ സഫില് മുഹമ്മദ് നബി ഉണ്ട്, അബു സിദ്ദീഖ് അക്ബർ, ഇങ്ങനെ കണ്ട് അദ്ദേഹം ബുഖാരി, മുസ്ലിം, തുർമുദി, ഹസുൽ ബന്ന, അനസ് ബിൻ മാലിക്, ഇമാം ഗസാലി, ഇമാം തുർമുദി, ഇങ്ങനെ അതായത് മുമ്പിൽ സഫിലേക്ക് നോക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചക, സഹാബത്ത്, താബികള്, താബികൾ, തൊട്ട് മുഹീദി ഷെയ്ഖ്, റിഫായി ഷെയ്ഖ്. ചരിത്രത്തിൽ നമ്മുടെ മുമ്പിൽ ആരൊക്കെ ഹജ്ജിന് വന്ന മണ്ണിൽ ആരൊക്കെ വന്നിട്ടുണ്ട്? അവർക്ക് ശരിക്കും ഒരു സ്വർഗത്തിലാണ്. ശരിക്കും പറഞ്ഞാല് ഹജ്ജിന് പോയ സ്വർഗം. അൽ ഹജ്ജു ലൈസ ലഹുൽ ജസാ ഇല്ലൽ ജന്ന. ഹജ്ജ് എന്ന് പറഞ്ഞ സ്വർഗം കിട്ടുന്ന ഹജ്ജ്. സ്വർഗം കിട്ടണം. അറഫയ്ക്ക് കഴിയുമ്പോ അറഫ അങ്ങോട്ട് ദുൽഹജ്ജ് 9 ഉച്ചയ്ക്ക് കഠിനമായ ചൂട്,
ആ ചൂടും ചൂരും വെയിലും ഒക്കെ കൊണ്ട് വിയർത്തിട്ട് ഉഷ്ണിച്ചിട്ട് ആകെ കൂടി അങ്ങോട്ട് പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് പൊടിപടലങ്ങളും എല്ലാം വന്ന് മഗ്രിബൊക്കെ ആവുമ്പോണ്ടല്ലോ, ഇന്നല്ലാഹ ഗഫറ ലി അഹ്ലി അറഫ, ഇന്നല്ലാഹ ഗഫറ ലി അഹ്ലി അറഫ. ഈ അറഫയിൽ വന്ന എല്ലാവർക്കും അള്ളാഹ് പുറത്തു വന്നിരിക്കുന്നു. അതാണ് അറഫ, അതാണ് ഹജ്ജ്, അതാണ് ഹജ്ജ്. ആ അറഫ മൈതാനിയില് ളുഹ്ർ തൊട്ട് മഗ്രിബ് എത്തുമ്പോഴേക്കും നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് സ്വർഗം, ഇവർക്കെല്ലാവർക്കും സ്വർഗമുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടല്ലോ ഒരു വർത്താനം. ഇന്നല്ലാഹ ഗഫറ ലി അഹ്ലി അറഫ. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെ ഹജ്ജിന് വന്ന സഹാബത്തിനെ നോക്കിയിട്ട്, യാ ബിലാൽ അൻസിത്തിന്നാസ്, ബിലാലെ ജനങ്ങൾ മിണ്ടാതിരിക്കാൻ പറ. യാ ബിലാൽ അൻസിത്തിന്നാസ്, ബിലാലെ ജനങ്ങളെ നിശബ്ദരാക്കുക, എനിക്ക് ചിലത് പറയാനുണ്ട്, എല്ലാവരും മിണ്ടാതിരിക്കാൻ പറ. അങ്ങനെ എല്ലാവരും നിശബ്ദരാകൂ. അൻസിത്തു, ജനങ്ങൾ നിങ്ങൾ നിശബ്ദരാകൂ, അള്ളാഹുവിന്റെ റസൂൽ എന്തോ പറയാനുണ്ട്. ആ ഹാജിമാർ നോക്കി റസൂൽ പറയുന്നുണ്ട്, ഉന്ദുറു, ഇങ്ങോട്ട് നോക്ക്, ആകാശത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് വന്നു. ഉന്ദുറു ഇലാ ഇബാദി, പടച്ച റബ്ബ് ആകാശത്ത് നിന്ന് നോക്കുകയാണ്, മലക്കുകളെ നോക്കുകയാണ്. മലക്കുകളോട് അല്ലാഹു പറയാൻ അഭിമാനമുള്ള പടച്ച റബ്ബ്, ഇന്നല്ലാഹു യുബാഹി ബിക്കും ബി അഹ്ലി സമാ, ആകാശത്തുള്ള മലക്കുകളോട് പോലും പറയാ, ഉന്ദുറു ഇലാ ഇബാദി ജാഊനി ശഅസൻ ഗബറ, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് നോക്കി, ഈ കാണുന്ന ഹാജിമാര് നോക്ക്, അവർ പൊടിപടലങ്ങളിലാണ്, അവര് ആകെ കൂടി വെളുത്ത വസ്ത്രമായിട്ട് വന്നെങ്കിലും അവരാകെ കൂടി ആ വസ്ത്രത്തിൽ പോലും പൊടിപടലങ്ങളായിട്ട് ദേ ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് അറഫ നിവാസികളെ നോക്കി, അവരെ ദുആ നോക്കി, അവരെ പ്രാർത്ഥന നോക്കി പടച്ച റബ്ബ് പോലും അഭിമാനം കൊള്ളുകയും, എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു ഇവർക്ക് എല്ലാവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറയും, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അറഫ, ഞാൻ 4-5 വർഷമായിട്ട് ഈ ഗ്രൂപ്പിൽ പോകുന്നുണ്ട്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ ഗ്രൂപ്പ് ഹോട്ടലിൽ നല്ലതാണ്, പക്ഷെ അതൊന്നുമല്ല, നല്ല ഗ്രൂപ്പാണ്, ഈമാനുള്ള ഗ്രൂപ്പ്. ഗ്രൂപ്പിനും തക്കവുണ്ട്, ഈ ഗ്രൂപ്പിൽ തക്കവുണ്ട്. ഇങ്ങനെ കൈമുടക്ക് ആ ജാതി ഒന്നും ഇല്ല, ഒരു ബിദ്അത്ത് ഉണ്ടാവൂല, ഒരു ഖുറാഫാത്ത് ഉണ്ടാവൂല, ഒരു ശിർക്ക് ഉണ്ടാവൂല, ഒരു കിർക്കും ഉണ്ടാവൂല, ശിർക്കൂല കിർക്കൂല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടോ? ഇതൊരു അങ്ങത്തരികയുടെ പരിപാടി ഒന്നുമില്ല. ഇതിങ്ങനെ ഈ മൂപ്പർക്ക് ഇവർക്ക് ഉപജീവനമൊന്നുമല്ല. ഞാൻ ഇതിന് കൈമുടക്ക്, നിങ്ങളുടെ കൈമുടക്ക് എന്തിനു വേണ്ട, അതിനൊന്നൊരു അമീറും ഞങ്ങൾ അങ്ങനെ വരുന്ന ആൾക്കാരല്ല. ഇതൊരു തെക്കുവിള ഗ്രൂപ്പാണ്. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വളണ്ടിയർമാരാവുന്ന ഗ്രൂപ്പാണ് അത്, എല്ലാവരും വളണ്ടിയർമാർ. അതുകൊണ്ട് ഇതൊരു വല്ലാത്ത രസമുള്ള, നല്ലൊരു ഈമാനിക സുഗന്ധമുള്ള ഗ്രൂപ്പാണ്. തെക്കുവയുടെ സുഗന്ധമുള്ള ഗ്രൂപ്പിന് തന്നെ തെക്കുവയുണ്ടാകും. അങ്ങനെ ഉണ്ടാകണം. നല്ല പെരുമാറ്റം, നല്ല മനുഷ്യര്, ഒരു സ്റ്റാൻഡേർഡ് മനുഷ്യരുണ്ടാകും. ഞാൻ പറയുന്ന മനുഷ്യരെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംസ്കാരം അതാണ്, ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സംസ്കാരമാണ്. പക്ഷേ സാഹിബ് ഈ പ്രായത്തില് മുപ്പര് ഈ ഓരോ ഹാജിമാര് കിട്ടുന്ന വകുപ്പും പൈസയും അതിനെ ആലോചിച്ചിട്ട് ഹജ്ജ് കച്ചവടമായിട്ട് ഇറങ്ങിയ ഒരാളല്ല. ആണെങ്കിൽ ഞാൻ നിൽക്കൂല, മുപ്പര് നിൽക്കൂല. ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് അല്ലത്. ഇതൊരു കുറെ മനുഷ്യരെ നല്ലൊരു ഹജ്ജ് ചെയ്യും, അവർ ഇസ്ലാമിന്റെയും ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ വഴിയിലേക്ക് നടത്താൻ കഴിയും എന്ന അത്ര ഒരു ഇസ്ലാമികമായ ലക്ഷ്യം മാത്രമാണ് ശരിക്ക് നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽ എല്ലാവരും പരസ്പര വളണ്ടിയർമാർ, നിലവാരമുള്ള, നല്ല തെക്കുവുള്ളവരാണ്, പരസ്പര ആദരവുള്ള, പരസ്പര ബഹുമാനം. അതാണ് ഹജ്ജ് മബ്രൂർ. മബ്രൂർ എന്ന ഹജ്ജിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? എല്ലാവരും ഹജ്ജ് മബ്രൂർ, ഹജ്ജ് മബ്രൂർ, ബിർറുൽ വാലിദൈൻ. അവസാനിപ്പിക്കാൻ ബിർറുൽ വാലിദൈൻ. ശരിക്കും മാതാപിതാക്കൾ പെരുമാറേണ്ടത് എങ്ങനെയെന്ന് അറിയോ? ഖുറാനില് മാതാപിതാക്കൾ പെരുമാറുമ്പോ പ്രയോഗിച്ച് പറയാ ബിർറുൽ വാലിദൈൻ. മബ്രൂർ എന്ന് പറയാ നന്മ നിറഞ്ഞ, നല്ല ചിരി, നല്ല പുഞ്ചിരി, നല്ല സ്നേഹം, നല്ല ഇഷ്ടം, നല്ല നല്ലത്, എല്ലാവരും നല്ല പെരുമാറ്റം, എല്ലാവരും നല്ല ഹൃദയം, എല്ലാവരും സഹായിച്ച്. അസുഖമാണോ? ഞാൻ വാങ്ങാം, ഞാൻ പിടിക്കാം, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം, ഞാൻ വീൽചെയർ ഞാൻ തള്ളാം, ഞാൻ പിടിക്കാം, ഞാൻ കൊടുക്കാം, ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മാക്ക് സുഖമില്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി ഉമ്മാനെ ഞാൻ ആശുപത്രി കൊണ്ടാവും, ഉമ്മ എന്റെ വീട്ടിൽ ഉമ്മാനെ ഇങ്ങനെ ഉമ്മാക്ക് വേണ്ടി പിടിയും വലിയും കൂടുന്ന, ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി മക്കൾ പിടിയും വലിയും കൊണ്ട ഉമ്മാനെ ഞാൻ ആശുപത്രി, ഉമ്മാക്ക് ചികിത്സ ഞാൻ കൊടുക്കാം, ഉമ്മയുടെ മരുന്ന് ഞാൻ വാങ്ങിത്തരാം, ഉമ്മാനെ ഞാൻ ഇങ്ങനെ ഉമ്മാക്കും വാപ്പാക്കും ഹിദ്മത്ത് ചെയ്യുന്ന എത്ര സ്നേഹത്തോടെയാണോ അതുപോലെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും ഹിദ്മത്ത് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും പൊരുത്തപ്പെടുകയും നല്ല മനുഷ്യർ, അവരെ കണ്ടത്ര കൊതി വരുന്ന സഹാബിമാരെ പോലുള്ള മനുഷ്യർ. നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് ആവണം, നിങ്ങൾ ഉമർ ഖത്താബ് ആവണം, നിങ്ങൾ ഉസ്മാൻ അഫ്ഫാൻ ആകണം. ആ മക്കയിലും മദീനയിലും പ്രവാചകനോട് ഹജ്ജ് ചെയ്ത സഹാബിമാരെ പോലെ, സഹാബിയമാർ പെണ്ണുങ്ങളെ പോലെ, സഹാബി പുരുഷന്മാരും സഹാബി സ്ത്രീകളുമാകുന്ന കുറെ മനുഷ്യരായി നമ്മെ മാറ്റുന്ന നല്ല ഉയർന്ന സ്വഭാവ മൂല്യ ഗുണങ്ങളുള്ള മനുഷ്യരായി നാം മാറുന്നവരെ അവരെ ഹജ്ജ്. അതാണ് മബ്രൂർ എന്ന പത്രർത്ഥം. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നല്ല മാനസികവും ഈമാനികമായ തയ്യാറെടുപ്പ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഹൃദ്യത,
നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹകരണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അവനവന്റെ കൊച്ചു കൊച്ചു പലഹാരങ്ങൾ കൊണ്ടുവന്നു, കൊച്ചു കൊച്ചു എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്, അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്ത്, അങ്ങോട്ടും സ്നേഹിച്ച് ആ മിനായുടെ തമ്പിലൊക്കെ കിടക്കുന്ന ഒരു കിടപ്പുണ്ട്. ശരിക്ക് സ്വർഗത്തിൽ പോകുന്ന ഒരു സംഘം, കൊച്ചു സംഘത്തിന്റെ പേരാണ് ഹജ്ജ് സംഘം. അങ്ങനെ ആകണം. ഹജ്ജ് സംഘം സ്വർഗത്തിൽ പോകുന്ന ഒരു സംഘം. നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഉണ്ടാകണം. നമ്മളെല്ലാവരും സ്വർഗലോകത്തേക്ക് എത്താം. ഈ ഹജ്ജ് യാത്ര പോകുന്നത് സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിലെത്താവുന്ന ഒരു കൂട്ടം, അവർക്ക് ആവശ്യമുള്ള സ്വർഗീയമായ അവരുടെ മനസ്സിനകത്തൊരു പകയും വിദ്വേഷം വിരോധവും ഇല്ലാത്ത വിധത്തിൽ അവരുടെ മനസ്സിൽ എല്ലാ വൈകല്യങ്ങളും എടുത്തില്ല. ഒരു വെറുപ്പില്ല, അസൂയയില്ല, ആർത്തിയില്ല, കൊതിയില്ല, ഉന്തും തള്ളുമില്ല, ബഹളമില്ല, സ്വാർത്ഥതയില്ല. നല്ല മനുഷ്യന്മാർ. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. അതാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പ്. അങ്ങനെയാകണം. ആ അർത്ഥത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു ഗ്രൂപ്പായി, നല്ല സ്റ്റാൻഡേർഡുള്ള, നല്ലൊരു സംസ്കാരമുള്ള, നല്ല നിലവാരമുള്ള സത്യവിശ്വാസികളായി അത്തരമൊരു സംഘമായി, സ്വർഗസംഘമായി അള്ളാഹു നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈ കർമ്മം യഥാവിധി നല്ല രൂപത്തിൽ നിർവഹിക്കാനുള്ള സൗഭാഗ്യം, തൗഫീഖ് പടച്ചറബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.